പുലിയുടേത് പോലെ പെയിന്റ് അടിച്ച നിലയിലാണ് തെരുവു നായയെ പുതുച്ചേരി ടൗണിൽ കണ്ടത്. പുലിയെ കണ്ട ജനങ്ങൾ പരിഭ്രാന്തരായെങ്കിലും പിന്നീട് ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് പുലിയുടെ പിന്നിലെ സത്യാവസ്ഥ തിരിച്ചറിഞ്ഞത്. മുത്തശ്ശിക്കഥകളിലെ നീലക്കുറുക്കനെ പോലെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആണ് ഈ നായ. പുലിയുടെ രൂപത്തിൽ തെരുവു നായയെ പെയിന്റ് അടിച്ച് ടൗണിൽ തുറന്നുവിട്ട സംഭവത്തിൽ പുതുച്ചേരി പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അഞ്ജലി ജോണാണ് ചേരുന്നത്. അഞ്ജലി, ഗുഡ് മോർണിംഗ്. ഇതെന്താണെങ്കിലും ഒരു വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി. കാരണം ഒരു നായക്കുട്ടിയെ ഇതുപോലെ പുലിയുടെ വേഷത്തിൽ, എനിക്ക് പുലിയാണോ കടുവയാണോ എന്ന് സംശയമുണ്ട്. അത് നീളത്തിലുള്ള വരകളല്ലേ. അപ്പോൾ എന്താണെങ്കിലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആ കറുത്ത കരങ്ങൾ അല്ലെങ്കിൽ ആ വെളുത്ത കരങ്ങൾ ആരുടേതാണ് എന്നുള്ളതിൽ എന്തെങ്കിലുമൊക്കെ ഒരു സൂചനയൊക്കെ ലഭിച്ചിട്ടുണ്ടോ? സേതു, ഈ സംഭവം നടക്കുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ പുതുച്ചേരിയിലാണ് ഈ സംഭവം നടക്കുന്നത്. എന്തായാലും രാത്രി സമയത്ത് പെട്ടെന്ന് റോഡിൽ ഇങ്ങനെ ഒരു ദൃശ്യം കണ്ടാൽ ആരാണെങ്കിലും ഒന്ന് പേടിച്ചു. ഒരു ബൈക്കിലൊക്കെ പോകുന്ന ഒരാൾ പെട്ടെന്ന് ഇതുപോലെ ഒരു ജീവിയെ, ഇതുപോലെ നല്ല ഭംഗിയിൽ വരകളൊക്കെ വരച്ചൊരു ജീവിയെ പെട്ടെന്ന് കാണുമ്പോൾ എന്തായാലും ആ ഒരു കാഴ്ച ആരെയാണെങ്കിലും ആശങ്കയിൽ തന്നെ ആഴ്ത്തുകയുള്ളൂ. അതും നമ്മൾ ഇത് നായയാണെന്ന് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ഇപ്പോൾ സേതു കണ്ടപ്പോഴും ഞാൻ കണ്ടപ്പോഴും ആദ്യം വിചാരിച്ചത് ഇതൊരു കടുവ തന്നെയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കിയത്. ക്ഷമിക്കണം, പുലിയാണെന്നാണ് ആദ്യം മനസ്സിലാക്കിയത്. എന്തായാലും ഒറ്റ നോട്ടത്തിൽ പുലി തന്നെയാണ് എന്നാണ് മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ എന്തായാലും ഇത് ആണോ എന്നൊരു സംശയം നമുക്ക് തോന്നും. എന്തായാലും ഇത് നായയാണ്. ഇതിന് പിന്നിലെ കലാകാരനെ തേടി പോലീസ് എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. കലാകാരൻ സൂക്ഷിച്ചു തന്നെ ഇരുന്നു, പോലീസ് പുറകെ തന്നെയുണ്ട്. വളരെ ഭംഗിയായ രീതിയിൽ തന്നെയാണ് പെയിന്റ് അടിച്ചിരിക്കുന്നത്. പക്ഷേ ഈ മേഖലയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പറയുന്ന പുലിയുടെ ശല്യം നല്ല രൂക്ഷമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇതുപോലെ ആരോ ഒരു നായയെ പെയിന്റ് അടിച്ച് ഇതുപോലെ സുന്ദര കുട്ടപ്പനായിട്ട് റോട്ടിൽ ഇറക്കി വിട്ടത്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു നായയെ ഈ ഒരു രൂപത്തിൽ കാണുമ്പോൾ ആളുകൾ ആദ്യം വിചാരിക്കുന്നത് ഈ പറയുന്നത് ഈ മേഖലയിൽ പുലിയുടെ ശല്യമുണ്ട്. അപ്പം അത് തന്നെയാണ് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ പലയിടത്തും പുലിയെ കണ്ടിരുന്നു എന്ന ആളുകൾ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് അവർ CCTV കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്ന ഇടയിലാണ് റോഡിൽ പെട്ടെന്നൊരു നായയെ ഈ രൂപത്തിൽ കാണുന്നത്. എന്തായാലും ഇതിനെ കണ്ടാൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നായയാണോ പുലിയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഈ കലാകാരൻ അത്ര ഭംഗിയായിട്ടാണ് ഇത് പെയിന്റ് അടിച്ചൊക്കെ വെച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ അത് ആളുകളെ കൂടുതൽ ഭീതിയിലേക്കാണ് ആഴ്ത്തുന്നത്, ആളുകളെ കൂടുതൽ ആശങ്കയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. ഇനി സാധാരണ ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ് ഒന്നെങ്കിൽ ആളുകളെ ഭയപ്പെടുത്തുക, അല്ലെങ്കിൽ രണ്ടാമത്തെ കാരണം കൂടുതൽ ഈ പറയുന്ന പോലെ കൂടുതൽ ലൈക്കുകൾ കിട്ടുക, അല്ലെങ്കിൽ കൂടുതൽ ഫേമസ് ആവാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. എന്തായാലും ചെയ്തത് ഒരു പരിധി വിട്ട് പോയില്ലേ എന്ന് തന്നെ ചിന്തിക്കേണ്ടതാണ്. വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ചെയ്തു കൂട്ടിയത്. കാരണം ആളുകൾ പെട്ടെന്ന് ഇത് കാണുമ്പോൾ ഏത് രീതിയിലാണ് എടുക്കുക, അല്ലെങ്കിൽ രാത്രി സമയത്ത് റോട്ടിൽ പെട്ടെന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു പുലിയെ കണ്ടാൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയത് അല്ലേ സിധു? ശരിയാണ് അഞ്ജലി. കാരണം എന്താണെങ്കിലും ഇതൊരു അതിക്രമമായി പോയി. ഈ അതിക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ എത്രയും വേഗം തന്നെ കണ്ടെത്തട്ടെ.